അസസ്മെന്റ് നടക്കുക, റീ അസസ്മെന്റ് നടക്കുന്നത് അങ്ങനെയായിരിക്കും. മോട്ടോർ ആക്സിഡന്റിന് ലഭിച്ചിരിക്കുന്ന ക്ലെയിം ഇനി മുതൽ ടാക്സ് ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ അവർ TDS പിടിക്കേണ്ട എന്നും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻകം അല്ലെങ്കിൽ ഫോറിൻ അസറ്റ് ഡിസ്കോസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു സ്കീം കൊണ്ടുവരികയാണ്. ഫോറിൻ അസറ്റ്സ് ഡിസ്കോഷർ സ്കീം എന്ന് പറയും. അത് 6 മാസത്തേക്ക് ടൈം ഉണ്ടാവും. അതൊരു 1 ടൈമാണ് എന്ന് പറയുന്നുണ്ട്. പല ആൾക്കാരും നേരത്തെ NRIs ആയിരുന്നു, പിന്നീട് ശേഷം റെസിഡൻ്റ് ആയി എന്നുള്ള അവർക്കും പിന്നെ പ്രൊഫഷണൽസ് അങ്ങനെയുള്ള ആൾക്കാരെ മെയിനായിട്ട് ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ TCS റേറ്റ് ആണ്. നമ്മൾ ഫോറിൻ ടൂർ പാക്കേജിലൊക്കെ പോകുന്നുണ്ടാവും. അത് നേരത്തെ 5%, 20% 2 സ്ലാബായിരുന്നു. ഇനി അത് മാറ്റി 2% മാറ്റുകയാണ്. എത്ര എമൗണ്ട് ആയാലും ഫോറിൻ പാക്കേജിനാണെങ്കിൽ 2% TCS അടച്ചതിന് ശേഷം നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നുള്ളൂ. അടുത്ത എഡ്യൂക്കേഷൻ ലോൺ. എഡ്യൂക്കേഷൻ നമ്മൾ അല്ലെങ്കിൽ മെഡിക്കലിന് വേണ്ടി നമ്മൾ